യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ലോകം തരുന്നത് പോലെയല്ല എന്നാണ്. പ്രിയമുള്ളവരെ, ലോകം തരുന്ന സമാധാനം ശാശ്വതമായ സമാധാനമല്ല. സിനിമാശാലകൾ തരുന്ന, മദ്യശാലകൾ തരുന്ന സമാധാനം ശാശ്വതമായ സമാധാനമല്ല. അത് താൽക്കാലികമാണ്, അത് നശിച്ചു പോകുന്നതാണ്. എന്നാൽ യേശുക്രിസ്തുവിൽ കൂടിയുള്ള നിത്യമായ സമാധാനവും നിത്യമായ സന്തോഷവും അത് നിലനിൽക്കുന്നതാണ്, അത് ശാശ്വതമാണ്, അത് അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവര്, കർത്താവ് യേശുക്രിസ്തുവിന് നമുക്ക് സമാധാനം തരുവാൻ മാത്രമല്ല, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാനും നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാനും കർത്താവ് യേശുക്രിസ്തുവിന് കഴിയും. പ്രിയമുള്ളവര്, പാപം ചെയ്തിട്ടല്ലാതെ വിമോചനമില്ല, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പാപം ചെയ്ത ദേഹം മരിക്കണമെന്നുള്ള ദൈവിക നീതിക്ക് മുമ്പിൽ നിങ്ങളും ഞാനും മരിക്കേണ്ട സ്ഥാനത്ത് നിങ്ങളുടെ എന്റെ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിൽ അവസാനത്തിന്റെ രക്തമുறை ഊറ്റപ്പെട്ടവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഈ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു ഈ ക്രിസ്തുവിൽ കൂടിയുള്ള നിത്യമായ സമാധാനവും സന്തോഷവും പ്രാപിപ്പാൻ ഇന്നതിന്റെ മുഴുവൻ പേരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാലം ഇനി അധികമില്ല. എന്നും ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിച്ചു പോകാമെന്ന് നമ്മൾ കരുതരുത്. നമ്മുടെ മുന്നിൽ മരണം എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. എന്നാൽ മനുഷ്യന്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. മനുഷ്യന് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നു എന്ന ഒരു ചിന്തയോടെ ഒരു മനുഷ്യൻ മുന്നോട്ട് നീങ്ങിയാൽ അവനിവിടെ എങ്ങനെ ജീവിക്കപ്പെടുവാൻ പ്രേരിപ്പിക്കുന്നത്? അങ്ങനെ തന്നെ ഒരു വലിയ സമൂഹം ഇന്നും അങ്ങനെ തന്നെ ജീവിക്കുകയാണ്. എന്നാൽ മനുഷ്യന്റെ മരണശേഷമുണ്ടാകുന്ന ഒരു വിധി അല്ലെങ്കിൽ ഒരു ന്യായവിധി അത് ഉണ്ടോ ഇല്ലയോ എന്ന ചിന്ത ഇല്ലാത്തടത്തോളം കാലം ഒരു മനുഷ്യന് എന്ത് തെറ്റും എന്ത് വൃത്തികേടും ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മനുഷ്യന്റെ പദ്ധതികളൊന്നും മരണത്തോട് അവസാനിക്കുന്നില്ല. അവന്റെ മുന്നിൽ ഒരു ന്യായവിധിയുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അങ്ങനെ ഒരു ന്യായവിധി ഉണ്ടെങ്കിൽ വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. നാം എല്ലാവരും ഒരിക്കൽ ക്രിസ്തുവിന്റെ ന്യായാസനം മുമ്പാകെ നിൽക്കേണ്ടി വരും എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. പ്രിയമുള്ളവർ, എന്ന് വെച്ചാൽ ഈ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ നല്ലതായിക്കൊള്ളട്ടെ മോശമായിക്കൊള്ളട്ടെ എന്ത് തന്നെയായാലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനം മുമ്പാകെ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷ വിധിക്കുവാൻ അവരുടെ പല സംവിധാനങ്ങളുണ്ട്. ഇവിടുത്തെ പോലീസ്, അതുപോലെ തന്നെ ഇവിടുത്തെ കോടതി, ഈ കോടതിയിലൊക്കെ വരുന്ന കേസുകൾ പരിശോധിച്ചാൽ വളരെ പ്രമാദമായ കേസുകൾ ആരും അറിയാതെ രഹസ്യമായി ചെയ്ത കൊലപാതകങ്ങൾ പോലും അല്ലെങ്കിൽ കവർച്ചകൾ പോലും ഇന്ന് തെളിയിക്കപ്പെടുകയും അതെല്ലാം ഇന്ന് കോടതി മുമ്പാകെ വരികയും അവരെല്ലാം ഇന്ന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കുറ്റം ചെയ്യുന്നവന് ഒരു ശിക്ഷാവിധിയുണ്ട്. അവനൊരു നീതിപീഠത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടെങ്കിൽ സകലത്തെ സൃഷ്ടിച്ചവനായ ദൈവം, സകലത്തെ നന്നായി കാണുന്ന ദൈവം ഇന്ന് തെളിയിക്കപ്പെടാത്തതും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതുമായ തെറ്റുകൾക്ക് ശിക്ഷ വിധിക്കാതിരിക്കുമോ എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിയമുള്ളവര്, കർത്താവ് യേശുക്രിസ്തുവിൽ കൂടിയുള്ള നിത്യമായ സന്തോഷവും നിത്യമായ സമാധാനവും പ്രാപിച്ച് ജീവിതത്തിന്റെ സായുജ്യമടയുവാൻ ഇന്ന് അതിന്റെ മുഴുവൻ പേരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ